അവധിക്കാലം അങ്ങനെ കഴിയാറായി. കൂട്ടുകാർക്കെല്ലാം സ്കൂള് തുറക്കാറുമായി. ഇനി ഏതാനും ദിവസങ്ങൾക്കകം സ്കൂള് തുറക്കും. സ്കൂള് തുറക്കുമ്പോൾ മഴയും കൂടെ വരും അല്ലേ? അതല്ലേ നമ്മുടെ പതിവ്. സ്കൂളിൽ പോകാനായി പുതിയ യൂണിഫോമും ബാഗും പെൻസിൽ ബോക്സും എല്ലാം വാങ്ങി കൂട്ടുകാരെല്ലാം തയ്യാറായി കാണുമെന്ന് കാർത്തിക കരുതുന്നു. ഇന്ന് കാർത്തികയിലും സ്കൂളിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഇത് സ്കൂളിലെ ഒരു ക്ലാസ്സിൽ നടക്കുന്ന ഒരു കഥയാണ്. പതിവ് പോലെ ക്ലാസ്സിൽ ഒരു ദിവസം പിള്ളേരെല്ലാവരും കൂടെ ചെന്ന് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു, ഉക്രു ഞങ്ങളുടെ പെൻസിൽ എടുത്തു. ടീച്ചർ പിള്ളേരോട് ചോദിച്ചു, ആരാ കണ്ടത്? ഞാൻ കണ്ടു ടീച്ചർ, രമേശ് പറഞ്ഞു. ഉക്രു പെൻസിൽ എടുത്തിട്ട് തന്റെ ബാഗിലിടുന്നത് ഞാൻ കണ്ടു. ടീച്ചർ ഉക്രുവിനെ വിളിച്ചു. പെൻസിൽ മേടിച്ച് രമേശിന് കൊടുത്തു. എല്ലാവരും തിരിച്ച് ക്ലാസ്സിൽ പോയിരിക്കുക, ടീച്ചർ പറഞ്ഞു. എല്ലാവരും അവരുടെ സ്ഥലത്ത് പോയി ഇരുന്നു. ടീച്ചർ ഉക്രുവിനോട് ഒന്നും പറഞ്ഞില്ല. ക്ലാസ് പതിവ് പോലെ എടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ പിന്നെയും പിള്ളേർ ടീച്ചറിന്റെ അടുത്തേക്ക് വന്നു. ടീച്ചറെ, ഉക്രു ഞങ്ങളുടെ സ്കെയിൽ എടുത്തു. ടീച്ചർ വീണ്ടും ഉക്രുവിനെ വിളിച്ചു. സ്കെയിൽ എടുത്തോ ഉക്രു? ഉക്രു ഒന്നും മിണ്ടിയില്ല. ആ സ്കെയിൽ ടീച്ചറിന്റെ കയ്യിൽ ഉക്രു കൊടുത്തു. കളഞ്ഞുപോയ സ്കെയിൽ മറ്റേ കുട്ടിക്ക് കൊടുത്തിട്ട് ടീച്ചർ എല്ലാവരോടും തിരിച്ചു പോകാൻ പറഞ്ഞു. ഇത് പിന്നീട് 2-3 തവണ ആവർത്തിച്ചു. ഇത് കണ്ടപ്പോൾ കുട്ടികൾക്കെല്ലാം ദേഷ്യമായി. ഈ ടീച്ചർ എന്താ ഉക്രുവിനോട് ദേഷ്യപ്പെടാത്തത്? ഒരു ദിവസം എല്ലാ പിള്ളേരും ക്ലാസ് നടക്കുമ്പോൾ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ, ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല. ടീച്ചർ എന്താ ഉക്രുവിനെ ശിക്ഷിക്കാത്തത്? എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ ഉക്രു കക്കുന്നത് കണ്ടുപിടിച്ചത്? ടീച്ചർ എല്ലാ പ്രാവശ്യവും ഒന്നും മിണ്ടാതെ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം ഈ സ്കൂൾ മാറി പോകാൻ പോവാ. അത് പറയുന്ന കേട്ട് ടീച്ചർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്. നിങ്ങൾക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും. പക്ഷെ ഉക്രുവിന്റെ കാര്യം അതാണോ? ഉക്രുവിന് നല്ലത് ഏതാണെന്നോ ചീത്ത ഏതാണെന്നോ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. അവനെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അവൻ എവിടെ പോയി ചേരും? അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇവിടെ നിന്ന് അവനെല്ലാം നല്ലതുപോലെ പഠിക്കും. ഇതെല്ലാം കേട്ടോണ്ടുന്ന ഉക്രുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അപ്പോൾ ഉക്രുവിന് ബോധ്യപ്പെട്ടു. എല്ലാം തമാശയ്ക്കാണ് ചെയ്തതെങ്കിലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എന്ന് ഉക്രുവിനന്ന് ബോധ്യമായി. പിന്നീട് ഉക്രു വളർന്ന് വലിയ ആളായപ്പോൾ തന്റെ ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ കഥ കൂട്ടുകാർ കേൾക്കുമ്പോൾ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും അല്ലേ? നിങ്ങളിരിക്കുന്ന ബെഞ്ചും നിങ്ങളുടെ ക്ലാസ് ടീച്ചറും ചോക്കും ഡസ്റ്ററും വരാന്തയും എല്ലാം ഇനി ഏതാനും ദിവസങ്ങൾക്കകം അവിടെ എത്തിച്ചേരാമല്ലോ. കൂട്ടുകാർ, കാർത്തിക കേട്ടുകൊണ്ടിരിക്കുക. പുതിയ കഥയുമായി കാർത്തിക വീണ്ടും വരും. നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.